ഇറ്റലിയിലെ ഈശോ സഭക്കാർ ചൈനയിലേക്ക് ഒരു മിഷണറി അയക്കാൻ തീരുമാനിച്ചു. ഇത്രയും വലിയ പ്രതിസന്ധികൾക്കിടയിൽ ആര് പോകും? അപ്പോൾ മത്തയോ റിച്ചി എന്ന ഇറ്റാലിയൻ വൈദികൻ ഞാൻ പോകാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് തീരുമാനം അവരെ അറിയിച്ചു. അദ്ദേഹം ചൈനയിലെത്തി. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരിടം. ഭാഷ അറിയത്തില്ല, അവരുടെ സംസ്കാരം എന്തെന്നറിയത്തില്ല. ആദ്യം മുഴുവൻ അദ്ദേഹത്തെ എല്ലാവരും നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം സമയമെടുത്ത് ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം ചൈനീസ് ഭാഷ പഠിച്ച്, ചൈനീസ് ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ച് അവരിൽ ഒരുവനായി തീർന്നു. അതിനുശേഷം അദ്ദേഹത്തെ എല്ലാവരും കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം ഭൂമിയുടെ മാപ്പുകൾ, ഗണിതം, ജ്യോതിശാസ്ത്രമൊക്കെ അവരെ പഠിപ്പിച്ചു. അതിനുശേഷം മാത്രമാണ് അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ച് അവരോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തോടുള്ള ആദരക സൂചകമായി അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കല്ലറ അവിടുത്തെ രാജാവ് പണിതു കൊടുത്തു. ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന മറിയത്തിൻ്റെ അതേ മനോഭാവമാണ് മത്തയോ റിച്ചി നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തിന് ഒരു യെസ് മൂളിക്കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് സ്വയം സമർപ്പിച്ച വ്യക്തി.